സാറേ, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. പിന്നീട് അവർ വിലയിരുത്തൽ നടത്തി, എന്തുകൊണ്ടാണ് തങ്ങൾ തോറ്റത് എന്ന രീതിയിൽ. ആ സന്ദേശ സിനിമയെല്ലാം സാറിന് ഓർമ്മ കാണും. അത്തരത്തിൽ എന്തായാലും വിലയിരുത്തൽ നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയത് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്ന രീതിയിലാണ്. പിന്നീട് SNDPയിലേക്ക് കടന്നു കയറാനുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. അതിനെതിരെ ഇപ്പോൾ SNDPയിൽ പടയൊരുക്കം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പൊ ഈ CPM ആകെ കൂടെ ഹാലിളകി നിൽക്കുകയാണ്. പാലക്കാട്ട് വലിയൊരു അന്ത്യം സംഭവിക്കും, അത് വേറൊരു കാര്യം. പിന്നെ അല്ലാതെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് ചോർച്ച സംഭവിച്ചു എന്നുള്ളത്. ക്രൈസ്തവ സഭകളിൽ നിന്ന് എത്രത്തോളം പിന്തുണയുണ്ട്, മുസ്ലിം സമുദായത്തിൽ നിന്ന് എത്രയുണ്ട്, നായർ സമുദായത്തിൽ നിന്ന്, ഈഴവ സമുദായത്തിൽ നിന്നും എത്ര വീതം ഉണ്ടെന്ന് ഇവർക്ക് കൃത്യമായി അവർ പഠിക്കുന്നുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരൊരു കേഡർ പാർട്ടിയാണ്. ഇത്ര കൃത്യമായ കണക്കുകൾ അവരുടെ കൈവശമുണ്ട്. ഏതോട്ട് എങ്ങോട്ടൊക്കെ ചായും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പില് അതാണ് സംഭവിച്ചത്. SNDPയുടെ നല്ല പങ്ക് വോട്ട് ചോർച്ചയുണ്ടായി. ഇപ്പോഴ് ആലപ്പുഴ തന്നെ എടുത്തു കഴിഞ്ഞാൽ, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനാണല്ലോ BJPക്ക് വേണ്ടി മത്സരിച്ചത്. കോൺഗ്രസിൽ നിന്ന് KC വേണുഗോപാൽ അഖിലേന്ത്യാ നേതാവ്, പിന്നെ CPMന്റെ ആരിഫ്, അത് നിലവിലുണ്ടായിരുന്ന MP തന്നെയാണ്. അവിടെ ആലപ്പുഴയില് SNDPയുടെ വോട്ട് നല്ല രീതിയിൽ BJPയിലേക്ക് പോയി. ഇത് CPMന്റെ വോട്ട് തന്നെയാണ്, അതിനകത്ത് മാറ്റമില്ലാത്ത കാര്യമാണ്. ഈ SNDPയിലെ ഒരു നല്ല വിഭാഗം സമാനമായി തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലും സമാനമായിട്ട് ആറ്റിങ്ങലിലും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ അതിന്റെ കൂടെ ഒരു തലവേദന പിടിച്ചു നിൽക്കുകയാണ് CPMന് ലീഗിനെ വിമർശിച്ചത്. SDPയെയും പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും പോലെ തന്നെ നിൽക്കുകയാണ് ആര്, ലീഗ്. എന്ന് വെച്ചാൽ തീവ്രവാദത്തിന്റെ അങ്ങേയറ്റമായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. ഇത് പിണറായി വിജയന് കുളം കലക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളത് നോക്കുക കൂടിയാണ്. വോട്ടുകൾ തിരിച്ചെത്തിക്കാനുള്ള ഇവർക്ക് സന്ദീപ് വാര്യരെ പിടികൂടാനായിട്ട് വലിയ ശ്രമം ഉണ്ടായിരുന്നു, നടന്നില്ല. സന്ദീപ് വാര്യരെ CPMലേക്ക് ഉണ്ട്. ഇപ്പോഴും സന്ദീപ് വാര്യരെ വിമർശിക്കുന്നില്ല പിണറായി വിജയൻ. ഈ സന്ദീപ് വാര്യര് പാണക്കാട് പോയി അവിടെ മതേതരത്വത്തിന്റെ ഉറവിടമാണ്, മാതൃക ആണ് കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും സന്ദീപ് വാര്യരെ കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സന്ദീപ് വാര്യരെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അത് നടന്നില്ല. അപ്പൊ ഈ വർഗീയത അങ്ങേയറ്റം കളിക്കുക കൂടിയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു സമയത്ത് CPM ലീഗിനോടുള്ള ഒരു വലിയ മുന്തിയ പരിഗണന നൽകുകയും ചെയ്തു. ലീഗിന് തന്നെ ഒരു വലിയ ഒരു ഇത് കൊടുത്തു, സ്ഥാനം കൊടുത്തു. ഈ ലീഗിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരിക്കലും CPIക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇപ്പൊ കേരള കോൺഗ്രസ് മാണി വിഭാഗം തന്നെ LDFിലേക്ക് വന്നത് CPIക്ക് വലിയ അതൃപ്തി ഉണ്ടാക്കി എന്നുള്ളതാണ്. കാനൻ രാജേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്തായിരുന്നത്. അപ്പൊ കാരണം എന്ന് വെച്ചാൽ ഈ CPI ആണ് മന്ത്രിസഭയിലെ രണ്ടാമത്തെ കക്ഷി, അത് പോകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെയൊക്കെ എതിർത്ത് നിന്നത്. പക്ഷെ ഒടുവിൽ CPMന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു. ഈ ലീഗ് വന്നാലും CPIക്ക് വലിയ താല്പര്യമില്ല, കാരണം അവരുടെ സ്ഥാനം നഷ്ടപ്പെടും. CPI പിന്നെ മന്ത്രിസഭയിലെ രണ്ടാമത്തെ കക്ഷിയായിട്ട് ലീഗ് രണ്ടാമത്തെ കക്ഷിയായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പൊ അവരുടെ കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോ ആദ്യം വലിയ പ്രശ്നങ്ങൾ. ഈ 2026 വേണ്ടി പിണറായി വിജയൻ ഏത് തന്ത്രവും ഇറക്കുമെന്നുള്ളതാണ്. അതിന്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്താണ്, SNDPക്കാരെ മുഴുവൻ അങ്ങിട്ട് വിരട്ടുകയാണ്. അവരുടെ പ്രത്യേകിച്ച് ആലപ്പുഴയിലൊക്കെ വലിയ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം വരുന്ന കായംകുളം നിയമസഭാ മണ്ഡലത്തില് ശോഭാ സുരേന്ദ്രനാണ് മുൻപിൽ നിന്നത്. CPMൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത നടക്കുന്നത് എവിടാന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ്.
കാരണം മുതിർന്ന രണ്ട് നേതാക്കന്മാരുള്ള അവരുടെ തട്ടകമായിട്ടുള്ള ജില്ല കൂടിയാണ് തോമസ് ഐസക്കും ജി സുധാകരനും. അപ്പൊ അങ്ങനെ അവിടെയാണ് ഏറ്റവും കൂടുതൽ വിഭാഗീയത നടക്കുന്നത്. പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രവുമാണ്. പാർട്ടിക്കാർക്ക് SDPI-യുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ കുറെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും പാർട്ടി നേതാക്കളും എല്ലാം ഒന്നെങ്കിൽ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടൊക്കെ കൂടുതലും ആലപ്പുഴയിലാണല്ലോ. അവിടെ ആയിരുന്നല്ലോ അവര് മറ്റേ മുദ്രാവാക്യം അമ്പലപ്പുഴ വിളിച്ചതും ഒക്കെ. അതിലൊക്കെ സുധാകരന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നതാണ്. അതൊക്കെ സുധാകരൻ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സുധാകരൻ അതുകൊണ്ടൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ പേരിൽ അന്വേഷണം നടന്നു. എളമരം കരിയുമായിരുന്നു അന്വേഷണം നടത്തിയത്. എന്നിട്ട് തരം താഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സുധാകരൻ അത് വേണ്ട തരത്തിൽ വേണ്ട കാര്യങ്ങൾ എപ്പോഴും അങ്ങോട്ട് പറയുകയും ചെയ്യുന്നുണ്ട്, പാർട്ടിക്കെതിരെ തന്നെ. അപ്പൊ ഇപ്പൊ SNDP-യെ എന്ത് ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് CPM അവരുടെ തനി ഗുണം കാണിച്ചുകൊണ്ട് പിന്നെ രംഗത്തേക്ക് വരികയാണ്. SNDP-യെ അപ്പൊ അവരുടെ പല ചടങ്ങുകളിൽ സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിലും പാർട്ടി കൈ കടത്തുന്നു എന്നാണ് ഇപ്പോൾ SNDP നോട്ടീസ് തന്നെ അടിച്ചിരിക്കുന്നത്. അങ്ങനെ അവർക്ക് പലതരത്തിലുള്ള ആചാരങ്ങളും ഉണ്ട് SNDP-ക്ക്. അതിലൊക്കെ ഇവരുടെയൊക്കെ ഇടപെടൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് ഈ SNDP-യുടെ ഈ മാറ്റം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നന്നായി ബാധിക്കും. കാരണം താഴെത്തട്ടിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണല്ലോ അത്. അവിടെ ആയിരിക്കും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാൻ പോകുന്നത്. പല പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി പോലും LDF-ന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറാനിടയുണ്ട്. പിന്നെ ആ ഒരു സമവാക്യം തന്നെ SNDP അകലുന്നു. ഇതിനോടൊപ്പം തന്നെ NSS-നും അകൽച്ചയുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വോട്ട് BJP-യിലേക്ക് പോവുകയും ചെയ്യും. നമ്മളിതിപ്പം അവിടെയും കാണാം, പാലക്കാട് ഉണ്ടാകും. അത് കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് സന്ദീപ് വാര്യര് ഈ പാണക്കാട് കുടുംബത്തിൽ പോയി അവിടെ വലിയ പിന്നെ ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ച് അവരോടുള്ള ഒരു പ്രീണനം നടത്തിയതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇവിടെ ഉണ്ടാകും, പാലക്കാട്ട് ഉണ്ടാകുക എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ കാര്യങ്ങൾ പാലക്കാട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ CPM പിന്നെ ഭ്രാന്തളകി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ പക്ഷെ ഇതിനൊക്കെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പിണറായി നഷ്ടമാണെങ്കിൽ അതിനേക്കാൾ രൂക്ഷമാകുമല്ലോ ഈ പ്രശ്നം. ചേലക്കര നഷ്ടമാകണമെങ്കിൽ ചേലക്കര നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് അത് വലിയ അടിയും ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. കാരണം പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള ചേലക്കര പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ SNDP-ക്ക് ചേലക്കര സ്വാധീനമുണ്ടോ? ഏതാണ്ട് ഒരുവിധം സ്വാധീനമുള്ള ഇടം കൂടിയാണ്. അങ്ങനെ അത്ര പുറകിലൊന്നും അല്ല. അപ്പോൾ ഇവർക്കുമില്ലേ, മുസ്ലിം സമുദായത്തിനുമില്ലേ, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഒരു തിരിച്ചടി ഉണ്ടാവും. ഹൈന്ദവ വോട്ടുകൾ അവിടെ നന്നായിട്ട് ഉണ്ട്. അത് ഏത് തരത്തിൽ, കാരണം ഇപ്പൊ ചില വിഷയങ്ങൾ ഇങ്ങോട്ട് നടക്കുന്നത് ഈ ചേലക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുൻപ് കാലത്ത് ഇല്ലാത്ത രീതിയിൽ ഒരു ഹൈന്ദവ വോട്ടുകളുടെ ഒരു ധ്രുവീകരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഹൈന്ദവ വോട്ടുകൾ ഇത് BJP-യിലേക്ക് മാറാൻ ഉള്ള സാധ്യത കൂടുതലായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ UDF-ന് തിരിച്ചടിയുണ്ട്. ഈ പാണക്കാട് ലീഗിനെ പ്രീണിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് അവർക്ക് തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടിയാണ് പാലക്കാട് കാണാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ പോകും. ലീഗ് UDF-നോടൊപ്പം തന്നെ തൽക്കാലം നിന്ന് പോകും. SNDP-യിൽ സമൂലമായ ഒരു മാറ്റം ഉണ്ടായി അത് BJP-ക്ക് അനുഭാവമായുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. NSS-ലും അത് തന്നെ സംഭവിക്കും. ക്രൈസ്തവ സഭകളിലെ അതിനകത്ത് ഒരു തിരിവുണ്ടാകാം, UDF-ലേക്കും BJP-യിലേക്കുമായിട്ട് മാറുകയും ചെയ്യും. പിന്നെ LDF-ലേക്കുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ വിവരം ലഭിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലായിരിക്കും ഇത് കൃത്യമായി പ്രതിഫലിക്കാൻ പോകുന്നത്. പിന്നീട് അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടാകും. എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പുകള്
കേരള രാഷ്ട്രീയത്തില് ഒരു പുതിയ ചലനം കുറിക്കുകയാണ്.